ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനായിട്ട് ഞാൻ പണ്ട് പോരുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അടിച്ചു പറിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊക്കെ പോകും. ഇതായിരുന്നു പണ്ടത്തെ മെയിനായിട്ടുള്ളൊരു വിനോദമായിരുന്നു. അവിടെ പോയിരുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പോഴും പലപ്പോഴൊക്കെ പോകാറുണ്ട്, പക്ഷെ എന്തായാലും കുറവാണ് ക്ഷേത്ര ദർശനം. പ്രധാനമായിട്ടും ഞാൻ പോകുന്നത് കൊല്ലൂർ മൂകാംബിയിലും പിന്നെ പഴനിയിലുമാണ്. പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത്. നാട്ടിലുള്ള അമ്പലങ്ങളിൽ ആഴ്ച ദിവസം പോകും, അത്രേ പോകാറുള്ളൂ. മുമ്പ് എല്ലാ ദിവസവും പോകുമായിരുന്നു, മിക്ക ദിവസങ്ങളിലൊക്കെ അമ്പലങ്ങളിലായി. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ അമ്പലം, ഇപ്പോൾ നമ്മുടെ നിന്ന് ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അതിശയകരമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടിയേക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പുള്ളി വിദേശത്താണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ വർഷവും വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചോറ്റാനിക്കര, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, അങ്ങനെ പ്രശസ്തമായ എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കും. റൗണ്ട് ഇങ്ങനെ പോകും ഞങ്ങൾ എല്ലായിടത്തും. അങ്ങനെ പോയ കൂട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വൈകുന്നേരം സമയത്ത് ഗുരുതിയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഗുരുതി ആക്ച്വലി ഞാൻ ക്ഷേത്രത്തിൽ സ്ഥിരം പോകുന്നതാണ്, അല്ലെങ്കിൽ ഗുരുതി ഞാൻ ആക്ച്വലി കണ്ടിട്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഗുരുതി കാണാം. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങൾ വൈകുന്നേരം പോയി. വൈകുന്നേരം ചെന്ന് അവിടെ ക്ഷേത്രത്തിൽ അവിടെ ശിവനടയിലെ അവിടെ ഒരു തറയുടെ അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ ഈ വൈകുന്നേര സമയത്ത് ഈ ഒറ്റയപ്പം എന്ന് പറഞ്ഞിട്ടൊരു നിവേദ്യമുണ്ട്. വാസ്തവത്തിൽ പോയി ഞാനങ്ങനെ അമ്പലത്തിൽ പോയി പായസങ്ങൾ വാങ്ങുകയോ അങ്ങനത്തെ ഒരുപാട് പൂജകളും വഴിപാടുകളൊന്നും അങ്ങനെ ചെയ്യണത് പോകുന്നത് എനിക്ക് പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാൻ പറഞ്ഞെങ്കിൽ ഈ ഒറ്റയപ്പം ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് കഴിക്കണമെന്നൊരു ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അവിടെ നിന്ന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പറഞ്ഞ് അത് ചീട്ട് എടുക്കണം, എന്നാലും അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി മടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ തറയിലിരിക്കും. അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രായമായൊരു അമ്മൂമ്മ അവിടെ പറയുന്നത്, വെള്ള വസ്ത്രമാണ്, ഫുള്ള് വൈറ്റാണ്. അവരുടെ കയ്യിൽ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് ഞങ്ങളോട് പറയുന്നു, മോനെ ഒറ്റയപ്പം അവിടെ ചെന്നാൽ കിട്ടും, അമ്പലത്തിലുള്ള പൂജാരികൾ ഒറ്റയപ്പം ആയിട്ട് അവിടെ വരും, അവരുടെ ഓഹരി ഒറ്റയപ്പം ഉണ്ടാവും, അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർ തരുന്നു. അപ്പം ഞങ്ങൾക്ക് ആവശ്യമായി കൊള്ളാല, നല്ല ഐഡിയ ആണല്ലോ. വേഗം ചെന്ന് ഒറ്റയപ്പം അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അവിടെ നിൽപ്പുണ്ട് ഒരാൾ, പൂജാരി അവിടെ നിൽക്കുന്നുണ്ട്. അയാളോട് വെച്ച് ഒറ്റയപ്പം തരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എന്തോ പൈസ കൊടുത്ത് ഒറ്റയപ്പം മേടിച്ച് ഞങ്ങൾ അവിടെ വന്ന് കഴിക്കണം. അപ്പം ഈ കഴിക്കണ സമയത്ത് അപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഒറ്റയപ്പം കഴിക്കണം എന്നുള്ളത് ഞാനും എൻ്റെ കൂട്ടുകാരും തമ്മിലാണ് സംസാരിച്ചിട്ടുള്ളൂ, വേറെ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾക്ക് ഒറ്റയപ്പം വേണമെന്നുള്ളത്? അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. അപ്പം ഞങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആ സ്ത്രീയുടെ രൂപങ്ങളൊക്കെ ഒന്ന് നോക്കി. ആ ഇരുട്ടത്തായതുകൊണ്ട് നമുക്ക് കൂടുതൽ അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതായത് അവരുടെ ഫേസൊക്കെ. പക്ഷെ അവരുടെ കണ്ണുകൾ ഭയങ്കര തിളക്കമായിരുന്നു. കാണാനൊരു ഭംഗിയൊന്നുമുള്ള സ്ത്രീയൊന്നുമല്ല, ഒരു പ്രായം ചെന്ന സ്ത്രീയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഭയങ്കര രോമാഞ്ചം ഇങ്ങനെ വന്നു രണ്ടുപേർക്കും. അതായത് ഞങ്ങൾ ആ സ്ത്രീയെ അന്വേഷിച്ച് അവിടെ കാണുന്നു, അമ്പലത്തിൻ്റെ പറമ്പിൽ മുഴുവൻ നടന്നത്. പക്ഷെ ആ സ്ത്രീയെ അവിടെ കാണാൻ പറ്റിയില്ല. അപ്പം അത് ദേവി തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാരണം നമുക്ക് ആ സമയത്ത് ഒറ്റയപ്പം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു. അത് ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിൽ മാത്രം സംസാരിച്ചിട്ട കാര്യമാണ്. അത് എങ്ങനെ സ്ത്രീ അറിഞ്ഞു? അതിലേ പോയ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്ന് പറയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാൻ പതിവായിട്ട് പോയിരുന്ന ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അധികം പോകാറില്ല. പക്ഷേ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിലായി. അപ്പോൾ അങ്ങനെ ദേവിയായിട്ട് അത് ഭയങ്കരമായൊരു അവേദ്യമായൊരു ബന്ധം നമുക്ക് ഇപ്പോഴും ഉണ്ടാ ബന്ധം. പക്ഷേ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. മറ്റത് അവിടെ പോയി ഇരിക്കുന്നു, നമ്മൾ കുറേ മെഡിറ്റേഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഫുൾ പവറിലായിരിക്കും, ഫുൾ ചാർജായിരിക്കും. വീണ്ടും പോകുന്നു, അടുത്ത ആഴ്ച പോകുന്നു, അങ്ങനെ. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്കൊക്കെ ഇതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് പറയാറുണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കൊന്നും ഒരു സംശയമില്ല ഈ കാര്യത്തിനകത്ത്. കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് വന്നത്, ഞങ്ങൾക്ക് ഒറ്റയപ്പം തന്നിട്ട് മേടിക്കാൻ പറഞ്ഞിട്ട് ദേവി പോവുകയും ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു വിടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.